മുതലപ്പുഴയിൽ പൊഴി മുറിച്ചതിന് പിന്നാലെ വീണ്ടും അപകടമുണ്ടായി. മത്സ്യബന്ധനം കഴിഞ്ഞ് ഹാർബറിലേക്ക് മടങ്ങിയെത്തിയ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 17 പേരും രക്ഷപ്പെട്ടു. ശക്തമായ തിരമാലയിൽപ്പെട്ട് അഴിമുഖത്ത് വെച്ച് വള്ളം മറിയുകയായിരുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? സ്മൃതി, ഈ പൊഴി മുറിച്ചതിന് ശേഷം ഇത് ആദ്യത്തെ അപകടമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണൂർ അഴീക്കിൽ നിന്നെത്തിയ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഈ പൊഴിമുഖത്തേക്ക് കയറ്റിയത്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ വള്ളമാണ് ഈ പൊഴിമുഖത്ത് വെച്ച് അപകടപ്പെട്ടത്. ശക്തമായ ഒരു കാറ്റും അതുപോലെ തന്നെ വേലിയേറ്റവും ഉണ്ടായിരുന്നു അപകട സമയത്ത്. ഇതിൽ വള്ളത്തിലുണ്ടായിരുന്നത് 17 മത്സ്യത്തൊഴിലാളികളായിരുന്നു. നിലവിൽ ഈ പൊഴി മുറിച്ചുവെങ്കിലും വലിയ ബോട്ടുകൾ പുറംകടലിലേക്ക് പോയി വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുറംകടലിലേക്ക് പോയ വലിയൊരു ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ തിരികെ എത്തിച്ചത് പൂത്തുറ സ്വദേശി കൂടിയായിട്ടുള്ള ലിജിയുടെ ഉടമസ്ഥയിലുള്ള വേളാങ്കണ്ണി മാത എന്ന് പറയുന്ന ഒരു ചെറിയ വള്ളമാണ്. ആ ചെറിയ വള്ളത്തിൽ വന്നിരുന്ന 17 മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആർക്കും തന്നെ പരിക്കുകളോ അപകടം സംഭവിച്ചതിനെ തുടർന്ന് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ 17 മത്സ്യത്തൊഴിലാളികളെയും ഈ കരയിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ മറ്റ് വള്ളങ്ങളിലെത്തി ഇവരെ ഉടൻ തന്നെ കരയ്ക്ക് എത്തിച്ചിരുന്നു. ഇവരുടെ അപകടപ്പെട്ട ഈ വേളാങ്കണ്ണി മാത എന്ന് പറയുന്ന ഈ വള്ളത്തിനെയും ഇപ്പോൾ നിലവിൽ കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ അപകട സാധ്യത നിലവിലുണ്ട്. കാരണം അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് പൊഴി മുറിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിരുന്നു. ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു സമീപനവുമായി മുന്നോട്ട് വന്നപ്പോഴും അത്തരത്തിലൊരു ആശങ്ക ഈ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ചിരുന്നു. കാരണം ഈ 13 മീറ്റർ വീതിയിലും 3 മീറ്റർ ആഴത്തിലുമാണ് നിലവിൽ ഈ പൊഴി മുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയിൽ ധാരാളം മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശക്തമായിട്ടുള്ള വേലിയേറ്റ സമയത്ത് പുറംകടലിൽ നിന്ന് എത്തുന്ന ചെറുവള്ളങ്ങൾ അപകടപ്പെടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഈ ജീവന് ഇപ്പോഴും ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഈ ഒരു അപകടം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഈ ഹാർബറിൽ എത്തിയിരിക്കുന്ന ഈ പൊഴിമുഖത്തേക്ക് കയറ്റിയിരിക്കുന്ന ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഒരു 4-5 ദിവസങ്ങൾ വേണ്ടിവരുമെന്നുള്ളതാണ് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള അനിൽകുമാർ പങ്കുവച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.